വി.ഡി. സതീശൻ സർക്കാരിന് 100-ാം ദിനമാണിന്ന്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ സർക്കാർ വരുന്നത് തന്നെ. വി.ഡി. സതീശൻ എന്ന് പറയുന്ന നേതാവിനും ഒരുപാട് എന്താ പറയാ ഒരു പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. പദ്ധതികളൊക്കെ ചിലത് പറയുകയും ഒക്കെ ചെയ്തതാണ്. മാം, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഈ സർക്കാരിന് ഈ 100-ാം ദിനം തികയുന്ന ഈ ദിവസം 10-ല് എത്ര മാർക്ക് കൊടുക്കും? ഇന്നൊരു പ്രമുഖ ദിനപത്രത്തില് ധാരാളം സാമൂഹിക വിദഗ്ധന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും. രാഷ്ട്രീയക്കാരും എല്ലാവരും മാർക്ക് കൊടുത്തിട്ടുണ്ട്. 10ലാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടിട്ടാണോ ചോദിച്ചതെന്ന് അറിയില്ല. എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ അവസാനം പറയാം. അതിനു മുമ്പ് ഡോക്ടർ ബി ഇക്ബാൽ, കേരള സർവകലാശാല മുൻ VC ആയിരുന്നു. അദ്ദേഹം 5 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ജെ ദേവിക, എഴുത്തുകാരി, സാമൂഹ്യ പ്രവർത്തക, 5 മാർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ ജയപ്രകാശ്, കേരള സർവകലാശാല മുൻ PVC, 6 മാർക്ക് കൊടുത്തിട്ടുണ്ട്. VK മാത്യൂസ്, എക്സിക്യൂട്ടീവ് ചെയർമാൻ, IBS ഗ്രൂപ്പ്, കൊടുത്തിരിക്കുന്നത് 8 മാർക്കാണ് കേട്ടോ. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതൊക്കെ പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ കൊടുത്തിരിക്കുന്ന 8 മാർക്കാണ്. നമ്മുടെ ഒരു ആക്ടിവിസ്റ്റായ ചെറുപ്പക്കാരനായ ശ്രീ ദിനു വെയിൽ കൊടുത്തിരിക്കുന്നത് 4 മാർക്കാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് വളരെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ അധ്യാപകനെ അറസ്റ്റ് ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ബഡ്ജറ്റ് വിഹിതത്തിൽ 1 കോടിയോളം രൂപയും പ്രൊബേഷൻ സേവനത്തിലുള്ള വിഹിതത്തിൽ 1/2 കോടി രൂപയും ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമ പദ്ധതികൾക്കുള്ള ബഡ്ജറ്റ് തുകയും കുറച്ചത്. അങ്ങനെ ഹിന്ദു സർവകലാശാലയിലെ ഹിന്ദുത്വ ഇടപാടുകളെ പ്രതിരോധിക്കുന്നതിൽ വിദ്യാഭ്യാസ വകുപ്പിന് എത്രത്തോളം സാധിക്കുന്നത് ആശങ്കാജനകം. ഇതൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഹിന്ദുക്കൾ എന്ത് ചെയ്താലും പ്രശ്നം. അതിപ്പോ സതീശൻ, VD സതീശൻ എന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്ന സമയത്താണ് സതീശൻ മേനോൻ എന്ന് പറഞ്ഞത്. അന്ന് മുതൽ തുടങ്ങിയതാ ഭയങ്കര പ്രശ്നം. ഈ കുട്ടിയുടെ ദീനുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബാക്കി ആരുടെയും ഇത് കാണുന്നില്ലേ, മേൽക്കോയ്മ കാണുന്നില്ലേ? ഹിന്ദുക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായി. എനിക്ക് തോന്നുന്നു വൈസ് ചാൻസലർ നിയമനം ആയാലും അദാനി ഗ്രൂപ്പായിട്ടുള്ള പോർട്ടിന്റെ വിഷയമായാലും ഇപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതൊക്കെയും എന്താ പറയാ BJP സർക്കാരിന് അടിയറവ് പറയുന്നു എന്നുള്ളതാണ് ഇപ്പൊ പറയുന്ന വി.ഡി. സതീശനെ പറ്റിയുള്ള നറേറ്റീവ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതും കൂടി ആയിരിക്കാം ഇതിന് പിന്നില്. പ്രജിത, കേന്ദ്ര സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് മെച്ചമുണ്ട്. എപ്പോഴും ഞങ്ങൾ പറയും ഡബിൾ എഞ്ചിൻ സർക്കാർ, ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ എന്നൊക്കെ. ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ സർക്കാർ കേരളം ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കേന്ദ്ര സർക്കാരിന് മുമ്പിൽ മുഖം തിരിഞ്ഞു നിൽക്കുക എന്നല്ല. ഇന്നലെ സതീശൻ തന്നെ പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു. നമ്മളുടെയും കൂടെ ടാക്സ് തന്നെയാണ് കേന്ദ്ര സർക്കാർ തിരിച്ചരുന്നത്. അത് ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾക്ക് ഇന്ന ആവശ്യമുണ്ടെന്ന് പറയുന്നതിൽ എന്തിനാണ് ഞങ്ങളൊരു വൈക്ലഭ്യം കാണിക്കേണ്ടത്? ഞങ്ങളുടെ റൈറ്റ് അല്ലേ അത്? അത് ചോദിക്കുമ്പോൾ ഉടനെ സംഖ്യയായി, മേനോനായി. അതുപോലെ വളരെ രസകരമായ ഒരു ഇന്റർവ്യൂ ഞാൻ കാണായിരുന്നു. സതീശൻ പറയാണ്, മുഖ്യമന്ത്രി സതീശൻ പറയാണ്, അദ്ദേഹം രാവിലെ സാധാരണഗതിയിൽ എഴുന്നേറ്റാൽ ഒരു ഇരുമ്പൊലക്ക എടുത്ത് കൈ പിടിക്കും. ആ ഇരുമ്പൊലക്കയും കൊണ്ടാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി ആയതിനു ശേഷം ആ ഇരുമ്പലയ്ക്ക് താഴെ വയ്ക്കാൻ പഠിച്ചു. അത് സഹപ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥന്മാരും അവർക്കും നല്ല പ്രവൃത്തി പരിചയമുള്ള ആൾക്കാരാണ് ഉദ്യോഗസ്ഥന്മാർ. മുമ്പിൽ അത് വയ്ക്കും. ആ ഇരുമ്പലയ്ക്ക് ഞങ്ങളൊന്ന് ഇരുന്ന് ഡിസെക്ട് ചെയ്യും, കീറി മുറിച്ച് അതിന്റെ നല്ലതും ചീത്തയൊക്കെ കണ്ടുപിടിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുമ്പലയ്ക്കൊക്കെ ഒരു മാറ്റം കൊടുത്തു. ഇരുമ്പലയ്ക്ക ഉണ്ട് കയ്യിലും. അതെനിക്ക് വളരെ നല്ല ഒരു മനസ്ഥിതിയായിട്ട് തോന്നി. കാരണം സ്വന്തം അഭിപ്രായങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരുടെയും കൂടെ അഭിപ്രായങ്ങൾ എടുക്കുമ്പോൾ മാത്രമാണ് ഒരു കൂട്ടുത്തരവാദിത്വം ഉണ്ടാവുക, അല്ലെ? ഭരണം നന്നായി നടക്കാൻ പറ്റുള്ളൂ. ഈവൻ ഉദ്യോഗസ്ഥന്മാർക്ക്, ഈവൻ എന്ത് കൊച്ചു കുട്ടികൾക്ക് പോലും എന്ത് നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? അപ്പൊ എല്ലാവരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഒരു മനസ്സ് തുറന്നിട്ടിരിക്കുന്നു എന്നാണ് ആ ഇരുമ്പുലയ്ക്ക പ്രയോഗത്തിലൂടെ അദ്ദേഹം പറഞ്ഞത്. പ്രജിത, ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓരോ വകുപ്പെടുത്ത് നോക്കുകയാണെങ്കിൽ ആൾക്കാർക്ക്, ഞാനിങ്ങനെ സംസാരിക്കും, പലരോടും സംസാരിക്കും കേട്ടോ. തുഫാൻ ഭയങ്കര ഇഷ്ടമായി. മാത്രമല്ല, എന്ത് ചെയ്തെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യണം, എന്നാലേ ആൾക്കാർക്ക് നല്ലത് മനസ്സിലാവുള്ളൂ. ഞങ്ങളും പിടിച്ചു വച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര പിടിച്ചു വെച്ചു, ആരൊക്കെയാണ് അതിൽ ഇംപ്ലിക്കേറ്റഡ്, ചില സ്ഥലത്ത് പറയില്ല. ഏത് ഹോട്ടലിൽ നിന്ന് പറയില്ല. ഒരു ചീത്ത ഭക്ഷണം പിടിച്ചു, ഏത് ഹോട്ടലിന് പേരില്ല.
കേട്ടോ. ഉം. ഹോട്ടലിന്റെ താഴെ കാണിക്കും, മുകളിൽ മാസ്ക് ചെയ്ത്. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ശരിക്കും പേര് സഹിതം കാണിക്കണം. അങ്ങനെ ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ. ജനങ്ങൾ അറിയണം, അല്ലെങ്കിൽ അവരറിയാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി വീണ്ടും ചെല്ലില്ലേ. പോകും. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ആരെങ്കിലും പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മാസ്ക് ചെയ്തതെന്ന്. ഉം. ഓഫ് കോഴ്സ് നമുക്ക് മനസ്സിലാക്കാം, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളോ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരായ സ്ത്രീകളുടെ മുഖം മാസ്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ഉം. കാര്യങ്ങളിൽ അല്ലെങ്കിൽ തൂഫാനിൽ പിടികൂടുന്ന ആൾക്കാരുടെ മുഖം മാസ്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പേര് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോഴും അങ്ങനെ വന്നപ്പോൾ കുറച്ച് പേര് പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ പേരുകൾ പറയാൻ തുടങ്ങി. അത് FIR വരാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉം. ആണെങ്കിലും പറയാൻ തുടങ്ങി. തൂഫാൻ ആൾക്കാർ നെഞ്ചിലേറ്റി. അത് ശരിയാണ്. തൂഫാൻ ആ കൊടുങ്കാറ്റ് പോലെ തന്നെയായി. പക്ഷെ ഇപ്പോഴും വരുന്നുണ്ട്, സമയം കൊടുക്കാം. 100 ദിവസം എന്ന് പറയുകയാണെങ്കിൽ അത് അത്ര വലിയ അതെ. 3 ഡിജിറ്റ് ദിവസങ്ങളിലേക്ക് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അത്ര വലിയ കാര്യമൊന്നുമില്ല. കാരണം എത്രയോ 3650 ദിവസം ഭരിച്ച പിണറായി സർക്കാർ കഴിഞ്ഞിട്ട് വരുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. ആ കാര്യങ്ങൾ നമുക്ക് സമയം കൊടുക്കാം. ആരോഗ്യ വകുപ്പും ശരിക്കും പറയുകയാണെങ്കിൽ മുരളീധരൻ വളരെ നന്നായിട്ട് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുറെ പരിമിതികളുണ്ട്. പൈസ വേണമല്ലോ. ഉം. ഈ പൂച്ച പെറ്റ് കിടക്കുന്ന ഒരു ഖജനാവ് കൊടുത്തിട്ട് അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമില്ല. എന്നാലും ആശാ വർക്കേഴ്സിന് അവരുടെ ഓണറേറിയം കൂട്ടിക്കൊടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ എനിക്ക് വയോജനങ്ങളുടെ ഇടയിൽ നിന്ന് ആ പെൻഷന്റെ കാര്യം അല്ല, അവർ അതാണിപ്പോ ഒരുപാട് ഞാൻ പറയാൻ പോയത്. അപ്പൊ പ്രജിത ജംദഗൺ. എനിവേ, ഞാൻ പറയാൻ പോയത് അതെനിക്ക് വളരെ ഇഷ്ടമായ കാര്യമാണ് ബാങ്കിലേക്ക് ആക്കി കൊടുത്തത്. ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും. തോന്നും. പക്ഷേ സ്വന്തം പൈസ ബാങ്കിൽ വരുന്നു, ഇടനിലക്കാരില്ലാണ്ട് ബാങ്കിൽ വരികയാണ്. എത്തുന്നു. പിന്നെ നമ്മൾ പഠിക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അത് നമ്മുടെ ചെറുമകനും ചെറുമകളും അല്ലെങ്കിൽ ഒരു വീട്ടിൽ വന്ന് ആശാ വർക്കേഴ്സ് പഠിപ്പിച്ചു കൊടുക്കട്ടെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന്. എന്ത് കൂളായിട്ട് എനിക്കറിയാവുന്ന പ്രായമായ സ്ത്രീകളൊക്കെ അവിടുന്ന് ഓർഡർ ചെയ്യുന്നു, ഇവിടുന്ന് ഓർഡർ ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ വരെ നല്ല ഗംഭീരമായിട്ട് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നു, സൊമാറ്റോയിൽ ഓർഡർ ചെയ്യുന്നു, ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുന്നു. വളരെ എളുപ്പമാണ്. നമ്മൾ പൈസ കൈ പിടിച്ചോണ്ടിരിക്കേണ്ട. പിന്നെ പൈസ കൈ പിടിച്ചോണ്ടിരിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അമ്മയുടെ കയ്യിൽ പൈസ കാണുമ്പോൾ മക്കൾക്ക് ഒരു ആഗ്രഹം തോന്നും. ചെറുമക്കൾക്ക് അമ്മാമ്മയുടെ കയ്യിൽ അപ്പാപ്പന്റെ കയ്യിൽ പൈസ കാണുമ്പോൾ ആഗ്രഹം ഒരു മുട്ടായി മേടിക്കണമെന്നും. ഈ മുട്ടായി എന്താണെന്നും നമ്മൾ അറിയുന്നില്ല. ഉം. അത് അറിയുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഈ മുട്ടായി കൊടുത്ത് കുട്ടികളെ എങ്ങനെയാണ് ഈ ഡ്രഗിലേക്ക് അഡിക്റ്റഡ് ആക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞ വ്യക്തിയാണ്. പിന്നെ ഇപ്പോ എന്താണ് 100-ാം ദിവസത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തി. അതായത് റോഡ് പണിയോടനുബന്ധിച്ച് വളരെ വളരെ മോശം അവസ്ഥയിലാണ് പല സ്ഥലത്തേക്കും പോകുമ്പോൾ. ഈവൻ എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴും എറണാകുളത്തേക്ക് കോഴിക്കോടേക്ക് പോവുകയാണെങ്കിലും കുറേ സ്ഥലങ്ങളിൽ ഭയങ്കരമായ യാത്രാ ക്ലേശങ്ങളുണ്ട്. നീണ്ട നിരയിൽ വാഹനങ്ങൾ കിടക്കുന്നത് കാണാം. അത് എത്രയും വേഗം കറക്റ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു വഴി പാതയായിട്ടെങ്കിലും വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്ന പോലത്തെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമുക്ക് പറയുകയാണെങ്കിൽ ഇന്നിപ്പം നമ്മൾ അറിയുന്നത് മന്ത്രി അനിൽകുമാർ പറഞ്ഞിരിക്കുന്നു, ഇവിടെ മലയിടിച്ചിലുണ്ടായല്ലോ, ആ സ്ഥലത്തിൽ ഈ 31-ാം തീയതിക്ക് മുമ്പേ ചെയ്യും. അദ്ദേഹം എല്ലാ മാസവും ഒരു പ്രാവശ്യം കോഴിക്കോട് വയനാട്ടിലൊക്കെ എല്ലാ ഉദ്യോഗസ്ഥരെയും വിളിച്ച് ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. ആ സമയത്ത് വരുന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇവിടെ കൊടുക്കുന്ന വീടുകൾക്ക് പറഞ്ഞ പോലത്തെ എല്ലാ തരത്തിലുള്ള അമ്യൂണിറ്റീസും ഉണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മളൊന്ന് അംഗീകരിക്കണം. കാരണം ബംഗാളിൽ ഇലക്ഷൻ നടന്ന സമയത്ത് മമതാ ബാനർജി എല്ലാവരോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു വോട്ടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന പല പണിക്കാരും പോയി, തിരിച്ചു വന്നിട്ടില്ല. തുടങ്ങിയത് മറ്റേ സർക്കാരാണ്, പിണറായിയുടെ സർക്കാരാണെങ്കിലും അതിന്റെ കണ്ടിന്യൂഷനിലേ പോകാൻ പറ്റുള്ളൂ. അവര് മാറിയെന്നും വേണ്ടി നമുക്ക് വേറൊരു ടീമിനെ വെക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറെ അധികം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നൊരു ധാരണയെങ്കിലും അവരുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 100 വർഷം ഇവർക്ക് സെറ്റിൽ ചെയ്യാനൊരു സമയം വേണ്ടേ? പല ഉദ്യോഗസ്ഥന്മാരും ഇപ്പോഴും പിണറായിയുടെ ഛായയിലിരിക്കുന്ന ആൾക്കാരാണ്. അവരെ കൊണ്ട് പറ്റുന്ന പോലെ ഇവരെ പിടിച്ചു വലിക്കാനും തളർത്താനും മാത്രമേ നോക്കിയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇവർക്ക് സക്രിയമായി ഇടപെടേണ്ടത്. പിന്നെ സതീശനാണെങ്കിൽ പോലും ആടിയാണ് ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നത്. പലരുടെയും നിസ്സഹകരണം ഉണ്ടാകും, പലരുടെയും അമിതമായ സഹകരണം ഉണ്ടാകും. പല ഘടകകക്ഷികൾക്കും പ്രതീക്ഷിച്ച കാര്യങ്ങൾ കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമമുണ്ട്. പല മന്ത്രിമാർക്കും അവരാഗ്രഹിച്ച പ്രൈവറ്റ് സെക്രട്ടറിമാരെ കിട്ടിയില്ല എന്നുള്ള കംപ്ലൈന്റ് ഈ ഇടയ്ക്കാണ് ബിന്ദു കൃഷ്ണയ്ക്ക് വന്നത്. അതായത്
അതായത് KCയുടെ എന്തോ അനുഭാവിയാണ് അവര് സജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോ അങ്ങനെ ഉള്ളിലുള്ള പാർട്ടി പിണക്കങ്ങളും പടലപ്പിണക്കങ്ങളും ധാരാളം സീനിയർ നേതാക്കന്മാരുണ്ട് അല്ലേ. ഇപ്പൊ സതീഷിന് പറയുമ്പോ 10-62 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ 70 വയസ്സിന് മേലായി. അപ്പൊ അവരെയും ഒന്നും മുഷിപ്പിക്കാതെ കൊണ്ടുപോകണം. അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു നയതന്ത്ര വിദഗ്ധനെ പോലെ റിഗിൾ ചെയ്ത് എല്ലാവരുടെയും നല്ല ബുക്സ് കയറുകയും വേണം. കാരണം പലരും ആ കസേരയിലേക്ക് നോട്ടമിട്ടാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല ജനങ്ങൾക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിണറായി എങ്ങനെയെങ്കിലും തൂത്തുവാരി കളഞ്ഞിട്ട് വരുന്നത് ആരോ ആവട്ടെ മുഖ്യമന്ത്രി, പക്ഷെ ആ ഭരണമാറ്റത്തിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ കിട്ടണം എന്നൊരു ആഗ്രഹവും കൂടി ജനങ്ങൾക്കുണ്ടായിരുന്നു. അതും ഇദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനിടയ്ക്കാണ് PSC കൂടെയുള്ള വൻ തട്ടിപ്പ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ആ വ്യക്തിയെ ഒരാളെ ഐഡന്റിഫൈ ചെയ്തിട്ട് പുരാവസ്തു വകുപ്പിലൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് യോഗ്യതകൾ അതിനനുസരിച്ച് മാറ്റിയെടുക്കുക. അപ്പോൾ ഒരൊറ്റ ആൾക്കേ പറ്റുള്ളൂ. അപ്പൊ ഞാനിപ്പോ പറയാം, നല്ല സ്വർണ്ണം ജിമിക്കിയിട്ട ചുവന്നുടുപ്പിട്ട കുട്ടിക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ആങ്കർ ആയിട്ടെന്ന് പറഞ്ഞാൽ പ്രജയ്ക്ക് മാത്രമല്ലേ കിട്ടുള്ളൂ. അഖില പോലും വേറെ ഒരു ഡ്രസ്സിലാണ് ഇരിക്കുന്നത് അല്ലേ. കൃഷ്ണനാണെങ്കിൽ വേറെ ഡ്രസ്സിൽ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് വെച്ചോണ്ടിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഓണം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഓണാഘോഷം എന്നും പറഞ്ഞ് ധാരാളം സമയങ്ങളൊന്നും ചെലവഴിക്കുന്നില്ല. സ്വന്തം കാര്യക്രമങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സമയം കൊടുക്കാം. പ്രജിത അറ്റ്ലീസ്റ്റ് ഒരു 6 മാസമെങ്കിലും ആക്കട്ടെ. പറയുമ്പോൾ ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും ആ ബഹുമാനത്തോടു കൂടെ അവർക്ക് ആ സമയം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു 6 മാസത്തെ ചർച്ചയിൽ, 200 ദിവസത്തിന്റെ ചർച്ചയിൽ അല്ലെങ്കിൽ 180 ദിവസത്തിന്റെ ചർച്ചയിൽ നമുക്ക് ശരിക്കും തലനാരിഴ കീറി നമുക്ക് പരിശോധിക്കാം. ഇപ്പോ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി എല്ലാവരും ഭരണപക്ഷത്താണ്, പ്രതിപക്ഷത്തിരുന്നു കൊണ്ടാണെങ്കിലും മുന്നോട്ട് പോകട്ടെ. ഞങ്ങൾ വി ആർ ലുക്കിംഗ് ഫോർവേഡ്. നല്ല കാര്യങ്ങൾ കേരളത്തിന് നടക്കട്ടെ, സംഭവിക്കട്ടെ. ധാരാളം ട്രെയിനുകൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊരു വന്ദേ ഭാരത് ട്രെയിനിന്റെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നപ്പോൾ സുരേഷ് ഗോപി സാറ് പറയുന്നുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ധാരാളം ട്രെയിനുകൾ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ കേരളത്തിലേക്ക് വരും. ഒരു കോൺക്ലേവിൽ ശ്രീ ഹൈബീഡിന് നമ്മുടെ ഏവിയേഷൻ മിനിസ്റ്റർ, സെൻട്രൽ ഏവിയേഷൻ മിനിസ്റ്റർ കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് വാക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ എയർപോർട്ടുകൾ വളരെ വികസിപ്പിക്കും, അതുപോലെ ശബരിമലയിലുള്ള വിമാനത്താവളത്തിനെ കുറിച്ചും ധാരാളം കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ മുഖം തെളിഞ്ഞ് നിൽക്കാണ്ട് അതൊക്കെ തരൂ ചേട്ടാ എന്നാണ്, തരൂ മോദിജി, തരൂ ചേട്ടാ എന്ന് ഞാൻ അതിലാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതേ വരുള്ളൂ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഡൽഹിയിൽ ഇതാണ് പോയിരുന്ന സമയത്ത് അവിടുത്തെ ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനോട് പറയുന്നത്, എന്ത് ചോദിച്ചാലും ഒന്നിനും മറുപടി റിപ്പോർട്ട് കൊടുക്കാത്ത 2 സംസ്ഥാനം ഈ ഭൂമി ഇന്ത്യയിലുള്ളൂ. അത് വെസ്റ്റ് ബംഗാളും കേരളമാണ്. അപ്പോ ഇനി കേരളം കുറച്ചും കൂടെ അടുത്തേക്ക് നിൽക്കുന്നു. സതീശൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ കിട്ടാൻ അർഹതപ്പെട്ട പൈസ ചോദിച്ചു വാങ്ങുക തന്നെ ചെയ്യുന്നു. ആ ആറ്റിറ്റ്യൂഡ് ഇസ് എ കറക്റ്റ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് 200-ാം ദിവസത്തിൽ എന്റെ മാർക്ക് പറയാം. ഓക്കെ.